എല്ലാ സിനിമ ആസ്വാദകരുടെയും സവിശേഷ സാന്നിധ്യത്തിൽ 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഡെലിഗേറ്റ് വിതരണോദ്ഘാടനം സസന്തോഷം നിർവഹിച്ചതായി പ്രഖ്യാപിക്കട്ടെ. ലോകം കേരളത്തിലേക്ക് വിരുന്നു വരികയാണ്. എല്ലാ വർഷവും ഡിസംബർ മാസമാകുമ്പോൾ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്ന നമ്മുടെ സ്വന്തം അയ്യപ്പക്കുട്ടിക്ക് ഇക്കുറിയും തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ ആരംഭം കുറിച്ചിരിക്കുകയാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയ ഭാഗഭാക്കാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഹൃദയമിടിപ്പാണ് അയ്യപ്പക്കുട്ടിയിരുന്നത്. ഒരല്പം കൂടി വളർന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് തിരുവനന്തപുരത്തുകാർക്ക് മാത്രം സ്വന്തം അഹങ്കാരമല്ല, കേരളത്തിൻ്റെ അഹങ്കാരമാണ്. അതും കഴിഞ്ഞ് അല്പം കൂടി വളർന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ അഭിമാനമാണ് അയ്യപ്പക്കുട്ടി എന്നത്. കാരണം ഇവിടെ എത്തിച്ചേരുന്ന ഓരോ സിനിമ ആസ്വാദകയും ആ ഒരു വികാരം തന്നെയാണ് ഏറ്റുപറയുന്നതും. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഓരോ വർഷവും അവർ ആവർത്തിച്ച് വീണ്ടും വീണ്ടും നമ്മുടെ മണ്ണിലേക്ക് തിരിച്ചെത്തുന്നത് നമ്മുടെ സിനിമ അത്രമാത്രം ലോകത്തിൻ്റെ വികാരങ്ങളെ ഒപ്പിയെടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. കേരളം എന്നുള്ളത് സംസ്കാരങ്ങളുടെ ഒരു സങ്കലനമാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ ഒരു ആധുനിക മുഖമാണ് അയ്യപ്പക്കുട്ടി എന്ന് പറയുന്നത് യാതൊരു അതിശയോക്തിയുമില്ല. കാരണം ലോക സിനിമ കേരളം കാണാനായി എത്തുകയാണ് അയ്യപ്പക്കുട്ടിയിലൂടെ. മലയാളികൾ അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള സിനിമ ആസ്വാദകർ ജീവിതത്തിൻ്റെ ഓരോ നിഴലും വെളിച്ചവും സിനിമയിലൂടെ ഒപ്പിയെടുക്കുവാൻ ഈ അയ്യപ്പക്കുട്ടിയിലൂടെ ആഗ്രഹിക്കുന്നു, അതിനായി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. എത്ര നല്ല സിനിമ നമ്മൾ ഉണ്ടാക്കിയാലും അത് കാഴ്ചക്കാരുടെ മധ്യത്തിലേക്ക് ആവേശപൂർവ്വം എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ സാർത്ഥകമാകില്ല. ജോമോളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ് പഠിച്ചത് എന്നുള്ളത് ചോദിച്ചാൽ ഏത് വിഷയത്തിലായിരുന്നു കിട്ടിയത്. ജോമോൾ എന്നോട് പറഞ്ഞു PG ചെയ്ത് ലൈബ്രറി സയൻസസിനാണ്. ബാക്കി മുമ്പ് ഇന്ന് ലൈബ്രറി സയൻസസിൽ PG ചെയ്ത് അധികം പേര് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്നേഹം തോന്നി. പുസ്തകങ്ങളുടെ കൂട്ടുകാരിയാണ് വിജയമോൾ എന്നുള്ളത് കൊണ്ട് അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു വിഷയം, ഒരു പുസ്തകം ഒരു വ്യക്തി എഴുതി കഴിഞ്ഞതിന് ശേഷം, ഗ്രന്ഥകാരനോ എഴുതി കഴിഞ്ഞതിന് ശേഷം ആ പുസ്തകം എപ്പോഴും അപൂർണമായിട്ടാണ് വിരമിക്കുക. അത് വായനക്കാരുടെ കയ്യിൽ എത്തിച്ചേരുമ്പോഴാണ്, വായനക്കാരുടെ ഹൃദയത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ആ പുസ്തകം പൂർണ്ണമാകുന്നത് എന്നൊരു ആശയമുണ്ട് എഴുത്തുകാരുടെ ഇടയിലെപ്പോഴും. അത് മാത്രമല്ല, ഒരു പുസ്തകം 1000 പേർ വായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ 1000 പുസ്തകങ്ങളായി അത് എത്തിച്ചേരുകയാണ് ചെയ്യുക. കാരണം ഒരേ പുസ്തകം നമ്മൾ ഓരോരുത്തരും കയ്യിലെടുക്കുമ്പോൾ അത് വ്യത്യസ്ത അനുഭവമായി, വ്യത്യസ്ത ജീവിതമായി, വ്യത്യസ്ത ഭാവനയായി, വ്യത്യസ്ത യാഥാർത്ഥ്യമായി നമുക്ക് ഓരോരുത്തർക്കും അനുഭവം പകരുന്നു. അതുപോലെയാണ് യഥാർത്ഥത്തിൽ ഓരോ ചലച്ചിത്രം. നമ്മൾ ഒത്തൊരുമിച്ചിരുന്നായിരിക്കും ഒരു ചലച്ചിത്രം കാണുന്നത്. തിയേറ്ററിനുള്ളിലായാലും അടിയന്തരമായാലും ഒക്കെ. പക്ഷെ ആ ചലച്ചിത്രത്തിൽ നിന്നും ആ സിനിമയിൽ നിന്നും നമ്മൾ ഒപ്പിയെടുത്തു കൊണ്ടുപോകുന്നു മറ്റൊരു ചലച്ചിത്രമാണ്, മറ്റൊരു സിനിമയാണ്. ആ സിനിമയെ നമ്മൾ നമ്മുടേതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതാക്കി മാറ്റാൻ കഴിയുന്ന സിനിമകളെ സൃഷ്ടിക്കുന്ന അമൂല്യമായ കലാകാരരാണ് നമ്മുടെ മലയാളത്തിനുള്ളത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. അതുപോലെ തന്നെ പ്രഗത്ഭരായ നമുക്കും ഒരുപാട് പഠിക്കാൻ സാധിക്കുന്ന മികവുറ്റ കലാകാരെയും അവരുടെ കലാസൃഷ്ടികളെയും ഒക്കെ കൊണ്ടുവന്നാണ് നമ്മൾ 30ാമത് അയ്യപ്പക്കുട്ടിയെയും കൂടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സസന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചലച്ചിത്ര അക്കാദമിയുടെയും ഒപ്പം KSRTCയുടെയും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മറ്റ് എല്ലാ സ്ഥാപനങ്ങളുടെയും എല്ലാത്തിലും ഉപരി ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ സിനിമ ആസ്വാദകർക്കും, ഡെലിഗേറ്റ്സിനും, വോളണ്ടിയേഴ്സിനും, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ജീവിതത്തിൻ്റെ കടലാണ് കവിതയ്ക്ക് എനിക്ക് മഷിപ്പാത്രം
പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ കടലാണ് നമ്മുടെ സിനിമയ്ക്കും നശിപാത്രമായി മാറുന്നത് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കുവാൻ, കൂടുതൽ അർത്ഥവത്താക്കുവാൻ സിനിമയിലൂടെ അതിൻ്റെ പ്രകാശം തിരിച്ചറിയുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം.